മയങ്ങി നിൽക്കുന്നത് ഈ ഏഴാറ്റുമുഖം ഗണപതിയെ സംബന്ധിച്ച് സഹിക്കാൻ കഴിയുന്നില്ല. അത് അതിന്റെ മസ്തകം കൊണ്ട് തട്ടി നോക്കുന്നുണ്ട്. സ്കെയിൻ ഇവിടെ നമുക്കിപ്പോൾ ഈ ആനയുടെ ശബ്ദം കേൾക്കാം. അതായത് ഈ ഗണപതി വലിയ രീതിയിൽ ചിഹ്നം വിളിക്കുന്നുണ്ട്, വലിയ രീതിയിൽ ചിഹ്നം വിളിച്ച് ഉണർത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ ആന മയങ്ങി നിൽക്കുന്നത് കൊണ്ട് തന്നെ അവിടെ നിന്ന് അനങ്ങുന്നു പോലുമില്ല. ഡോക്ടർ അരുൺ സക്രി അടക്കമുള്ള സംഘം നിൽക്കുന്നുമുണ്ട്. ഒരു അരമണിക്കൂറിനുള്ളിൽ ഈ ആന അവിടെ നിന്ന് മാറണം, എന്നാൽ മാത്രമാണ് ഈ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. ഇല്ലെങ്കിൽ സ്വാഭാവികമായും അടുത്ത ഡോസ് അടുത്ത ഡോസ് അടക്കം കൊടുക്കുന്ന അടക്കം പരിശോധിക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. വനംവകുപ്പും കണക്ക് കൂട്ടുന്ന ഈ ആന അല്പസമയത്തിനകം തന്നെ ഈ ആനക്കരികിൽ നിന്ന്, അതായത് മസ്തകത്തിൽ മുറിവേറ്റ ആനക്കരികിൽ നിന്ന് ഏഴാറ്റുമുഖം ഗണപതി മാറും എന്നുള്ളത് തന്നെയാണ് വനംവകുപ്പ് കണക്ക് കൂട്ടുന്നത്. ഡോക്ടർ അരുൺ സക്രി അടക്കമുള്ളവർ മറുതലക്കലിൽ നിൽക്കുന്നുമുണ്ട്. അവർ ഈ ആനയെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആന മയങ്ങി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരടക്കം വ്യക്തമാക്കുന്ന കാര്യം. മയക്കത്തിലേക്ക് ആന എത്തിയിരിക്കുന്നു. പക്ഷേ ഏറെ വൈകാരികമായ രംഗങ്ങളാണ് നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ആ മയങ്ങിയ ആനയെ, അതായത് ഒന്നിച്ച് ഇന്നലെ വരെ ഒന്നിച്ച് യാത്ര ചെയ്ത് തീറ്റയെടുത്ത് വന്ന ഒരാൾ ഒരു അപകടം ഉണ്ടായ സമയത്ത്, ഒരു വലിയ ആനയ്ക്ക് ഒരു അപകടം പറ്റിയ സമയത്ത് വിളിച്ചു നിർത്താൻ ശ്രമിക്കുന്നത് കൊണ്ടുകൊണ്ട് കുത്തി മറിച്ചിടാൻ നോക്കുന്നത് ഒരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ ഗണപതിക്കെതിരെ ഉദ്യോഗസ്ഥരടക്കം റബ്ബർ പ്രയോഗിച്ചിരിക്കുന്നത്. ആനയെ തുരത്തുന്നു, ആന ഓടുന്നതാണ്. ഏഴാറ്റുമുഖം ഗണപതി ഓടുന്നതാണ് ദൃശ്യങ്ങളാണ്. നമുക്ക് ഏഴാറ്റുമുഖം ഗണപതി കരികിലേക്ക് എത്തിയിരിക്കുന്നു. ഏഴാറ്റുമുഖം ഗണപതി പരിഭ്രാന്തിപ്പെട്ട റബ്ബർ ബുള്ളറ്റ് അടിച്ചതോടുകൂടി ആനയെ കടന്നു പോകുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാനാകും. ഈ ആനയെ അടക്കം പരിശോധിക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് ആളുകളൊക്കെ ഇവിടെ കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. അവരോടെല്ലാവരോടും ഇപ്പോൾ ഇവിടെ നിന്ന് മാറാൻ, അതായത് നമ്മുടെ ഏഴാറ്റുമുഖം ഗണപതി പോയ മേഖലയിൽ നിന്ന് മാറാനുള്ള നിർദ്ദേശം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നൽകിയിട്ടുണ്ട്. ആനക്കരികിലേക്ക് ദൗത്യസംഘം എത്തിയിരിക്കുന്ന സ്ക്രീൻ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ആനയെ ഇവിടെ നിന്ന് മാറ്റുന്നതിന് ഉള്ള ദൗത്യത്തിലേക്ക് വനംവകുപ്പ് കടന്നിരിക്കുന്നു. ആനയെ ഇനിയിപ്പോൾ സ്വാഭാവികമായും എഴുന്നേൽപ്പിക്കേണ്ടി വരും. കുങ്കിയാനകളുടെയൊക്കെ സഹായം വേണ്ടി വരും. കാരണം ആന ഇപ്പോൾ ഒരു ആരോഗ്യ സാഹചര്യം തന്നെയാണ് അത് വ്യക്തമാക്കുന്നത്. ഉണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ മറ്റു സാഹചര്യങ്ങൾ ഉപയോഗിക്കേണ്ടി വരും. ഉപയോഗിക്കണം. അരിക്കൊമ്പനെ അടക്കം പിടികൂടുന്നതിൽ ഈ വനംവകുപ്പിന് ഏറെ നിർണായകമായിരുന്ന വനംവകുപ്പിന്റെ നെടുന്തൂണായ കുങ്കിയാനകൾ കൂടി ഈ മേഖലയിലേക്ക് എത്തുന്നു. അതായത് മസ്തകത്തിൽ മുറിവേറ്റ് മയക്കുവെടി വെച്ചിട്ട് മയങ്ങി കിടക്കുന്ന ആനയെ എഴുന്നേൽപ്പിക്കാൻ നമ്മൾ കാണുന്നത് മുന്നിൽ നിൽക്കുന്നത് പോലി സുരേന്ദ്രനാണ്. തൊട്ടപ്പുറത്തെ കുഞ്ചു, വിക്രം, അങ്ങനെ വനംവകുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 3 കുങ്കിയാനകൾ എത്തിയിരിക്കുന്ന ഈ ദൗത്യ മേഖലയിലേക്ക്. ഈ കുങ്കിയാനകൾ ഇപ്പോൾ ഈ വടം ഉപയോഗിച്ച് ബന്ധിച്ച, അതായത് ഈ താഴെ വീണ് കിടക്കുന്ന മസ്തകത്തിൽ മുറിവേറ്റ ആനയെ വടം ഉപയോഗിച്ച് എഴുന്നേൽപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ്. വടം ഇതിനോടകം തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ ആനയുടെ കാലിലടക്കം കെട്ടിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ആനയെ എഴുന്നേൽപ്പിക്കാൻ വെള്ളം കൊണ്ടുവന്ന് ആ കന്നാസുകളിലുള്ള വെള്ളമെല്ലാം ആനയുടെ ശരീരത്തിലൊഴിച്ച് ആനയുടെ ടെമ്പറേച്ചർ, അതായത് ഈ താപനില, ശരീരത്തിലെ ഊഷ്മാവ് കുറച്ചു നിർത്തുന്നതിന് വേണ്ടി ഈ വെള്ളമെല്ലാം നിരന്തരം ആനയുടെ മേത്ത് ദേഹത്തൊഴിക്കുന്നുണ്ട്. അങ്ങനെ ശരീരത്തിൽ ഈ വെള്ളമെല്ലാം ഒഴിച്ച് ആനയുടെ ടെമ്പറേച്ചർ, ഈ ചൂട് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുന്നു. അതോടൊപ്പം തന്നെ ഈ വടം ഉപയോഗിച്ചുകൊണ്ട് ആനയുടെ കാലിലും അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ കൊമ്പിന്റെ ഭാഗത്താണ് എന്നുള്ളതാണ് നമ്മൾ കരുതുന്നത്. പല ഭാഗങ്ങളിലായി ഈ വടം ഉപയോഗിച്ചപ്പോൾ കെട്ടിയിട്ടുണ്ട്. ആനയെ എഴുന്നേൽപ്പിച്ച് നിർത്തുക എന്നുള്ളതാണ് വനംവകുപ്പ്. കാരണം ഈ ആനക്കരികിലേക്ക് പോയാൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ, അതായത് വലിയ രീതിയിൽ
ഒരുപക്ഷെ മത്സ്യത്തിൽ നിന്ന് ഉണരുന്നതിനുള്ള ഒരു സാധ്യതകൾ എല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആളുകളെ നിയന്ത്രിക്കാൻ മറുതലക്കലിൽ അവിടെ ദൗത്യം തുടരുകയാണ്. ദൃശ്യങ്ങളിൽ കാണാൻ നമുക്ക് ആന മയങ്ങിക്കിടക്കുന്നുണ്ട്. ആനയെ ഇപ്പോൾ ഈ വടം ഉപയോഗിച്ച് ബന്ധിപ്പിക്കുന്നതാണ് കാണുന്നത്. JCB കൂടി ഉപയോഗിച്ചുകൊണ്ട് ഈ ആനയെ എഴുന്നേൽപ്പിക്കുന്നതിനുള്ള ശ്രമമാണ് നടത്തുന്നത്. അതായത് മറ്റ് രണ്ട് ആനകൾക്കിടയിൽ നിന്ന് കുളം സുരേന്ദ്രനും ഇതിനിടയിൽ നിന്ന് മാറി കുഞ്ചു മറ്റൊരു പൊസിഷനിലേക്ക് മാറുകയാണ്. അതായത് ഈ രണ്ട് ആനകൾ ഇപ്പോഴും അതായത് JCB കൂടി ഉപയോഗിച്ചുകൊണ്ട് ഈ ആനയെ എഴുന്നേൽപ്പിക്കുന്നതിനുള്ള ശ്രമമാണ് നടത്തുന്നത്. ആനയ്ക്കരികിൽ നിന്ന് അതായത് ഇപ്പോൾ ഈ ആനയെ എഴുന്നേൽപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സുഖേന്ദ്രൻ ക്യാമറമാൻ വിക്രമിനോടൊപ്പം വേദ ആദ്യഘട്ടത്തിൽ ആനയെ കുങ്കിയാനകൾ ഉപയോഗിച്ച് സ്ഥാനാറ്റാൻ ശ്രമിക്കുന്നത്. അതോടൊപ്പം തന്നെ അത് നടന്നില്ലെങ്കിൽ പുറകെ ട്രെയിൻ ചെയ്യാനായിട്ടുണ്ട്. ട്രെയിൻ ഉപയോഗിച്ച് അയക്കാനുള്ള ശ്രമവും ഇപ്പോൾ നടക്കുക. ഏതായാലും അധികം വൈകാതെ തന്നെ ഇപ്പോൾ ആനയെ അത് ക്ലോസ് ചെയ്തോളാം. മിനിമൈസ് ചെയ്തിട്ട് ക്ലോസ് ചെയ്തോളാം. അല്ലെങ്കിൽ വരോട്ടാ കുറച്ച് ഞാൻ ഉന്മേഷ് ആനയെ ഉയർത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ആന കിടക്കുന്ന ഒരു ശ്രമമാണ് നടത്തുന്നത്. നേരത്തെ ഒരു ഘട്ടത്തിൽ ആന സ്വയം എഴുന്നേൽക്കുന്നതിന് വേണ്ടി കാലത്ത് അലക്കുന്നത് നമുക്ക് ഇവിടെ നിന്ന് കാണാമായിരുന്നു. പക്ഷേ ഇപ്പോൾ ആന തീർത്തും കിടക്കുന്ന നിലയിൽ തന്നെയാണ്. ഈ വടമടക്കം ഉപയോഗിച്ച് ആനയെ പല മരങ്ങളിലുമായിട്ട് ആനയുടെ കാലടക്കം ബന്ധിപ്പിച്ചിട്ടുണ്ട്. ബന്ധിപ്പിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ ആന അവിടെ നിന്ന് ഓടിപ്പോകാൻ കാലുകളെല്ലാം തന്നെ ബന്ധിച്ചിട്ടുണ്ട്. ഈ പല പല
ചെറിയ ഇപ്പോൾ ഈ അനിമലാമൃതത്തിലേക്ക് കയറ്റാനുള്ള ഒരു ശ്രമത്തിലേക്ക് കൂടി ഇപ്പോൾ വനംവകുപ്പ് കടക്കുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ആനകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ആനയെ കൃത്യമായിട്ടുള്ള ശ്രമമാണ് പിന്നീട് ഈ കുട്ടികൾ ഉപയോഗിച്ച് കെട്ടുന്ന സമയത്ത് ഈ കുട്ടികൾ തന്നെ കുത്തിപ്പിടിക്കാതെ ആന സ്വയം കാലുകുത്തി എഴുന്നേൽക്കുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ അനിമൽ ആംബുലൻസിന് തൊട്ടടുത്താണ് ആനയുള്ളത്. ആനയെ ഈ ആംബുലൻസിലേക്ക് കയറ്റാനുള്ള നടപടികളിലേക്ക് കടക്കുകയാണ്. ആനയ്ക്കിപ്പോൾ ആനയ്ക്കരികിലെത്തി അടക്കമുള്ളവർ ഇപ്പോൾ ഈ ആനയെ പരിശോധിക്കുന്നുണ്ട്, ആനയെ നിരീക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആനയുടെ ശരീരത്തിലേക്ക് നിരന്തരം വെള്ളം ഒഴിക്കുന്നുണ്ട്. കാരണം ഈ ശരീര ഉഷ്ണവും നിരന്തരം ആനയുടെ ശരീരത്തിലേക്ക് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മുമ്പെല്ലാം തന്നെ ആനയുടെ മുമ്പെല്ലാം തന്നെ ഭയക്കുക നമുക്ക് കാണാനും കഴിയുന്നുണ്ട്. എന്തായാലും ആദ്യമായിരിക്കും അടുത്ത സമയത്തിനകം തന്നെ ആനയെ ഈ ആനിമൽ ആംബുലൻസിലേക്ക് കയറ്റും. ആംബുലൻസ് വലിയ രീതിയിൽ മുടിയെടുത്ത് ആനയ്ക്ക് നേരിട്ട് നിർത്തിയിരിക്കുന്ന ആനക്കരികിലേക്ക് ആനക്കരികിലെത്തി ആനയ്ക്ക് വെള്ളം തളിച്ചുകൊണ്ട് ആനയ്ക്ക് ആനക്കരികിലേക്ക് എത്തുന്നുള്ളതാണ്. ആനയ്ക്ക് ഭക്ഷണമടക്കം ആനയ്ക്ക് ഭക്ഷണം കഴിക്കുന്നുണ്ട്. തീറ്റ കഴിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആനയെ തള്ളി കയറ്റാനുള്ള ഒരുപാട് സൈഡിൽ നിരന്തരം അങ്ങനെ ശരീരോഷ്മാവ് കുറച്ചുകൊണ്ട് നിലനിർത്തുകയാണ്. കാരണം ഈ മയക്കം വെടിയുന്നതിന് മുമ്പ് തന്നെ ഈ ആനയെ ആത്മഹത്യ കഴിക്കുക എന്നുള്ളതാണ് ഈ സങ്കീർണമായിട്ടുള്ള കാര്യം. കാരണം ആനയ്ക്ക് ഇനി ഒരു ബൂസ്റ്റർ ഉണ്ടാകും. അതൊന്നും പിടിച്ചിട്ട് ഈ പാണ്ടോറ് പഠിക്കണല്ലോ. അതായത് നാട്ടിലിറങ്ങി നടക്കുമ്പോൾ ഈ ആനയുടെ നാടിന് നടപ്പാക്കണമെന്ന് പറഞ്ഞ ആളുകളുണ്ട്. പക്ഷേ നിലപാട് ഈ ആന നാട്ടിലൂടെ ഇറക്കിയാൽ പോലും ആന കണ്ണൂരിൽ വലിയ സംഭവമായിരിക്കുന്നതായിട്ട് കാണാൻ കഴിയാത്തതാണ്
ആനകൾ ഈ ദൗത്യത്തിലേക്ക് നീങ്ങുന്നത് എന്നതായിരുന്നു. ദൗത്യം എത്രമാത്രം സങ്കീർണമാണ്, സങ്കീർണതയിലൂടെയാണ് കടന്നു പോകുന്നത് പ്രകടമാകുന്നത്. കാരണം ആനയ്ക്ക് ആദ്യം മയക്കുവെടി താഴെ വീണു. അവിടെ ഏറെ പ്രയാസപ്പെട്ടാണ് ആനയെ എഴുന്നേൽപ്പിച്ചത്. അതിനുശേഷം ആനയ്ക്ക് ഈ മയക്കം വെടിയുന്നതിന് മുമ്പ് തന്നെ ആനയെ അനിമൽ ആംബുലൻസിലേക്ക് കയറ്റാനുള്ള ശ്രമമാണ് നടന്നത്. പക്ഷേ ആന ഈ മയക്കത്തിലാണെങ്കിൽ പോലും ഒരു ചെറുത്തുനിൽപ്പ് നടത്തുന്നുണ്ട്. കുങ്കികൾ ഉപയോഗിച്ചുകൊണ്ട് തള്ളി പതിയെ തള്ളിയാണ് നീക്കുന്നത്. ഒരു 2 ഏക്കോട് കൂടി ആന മുന്നോട്ട് വെച്ചിട്ടുണ്ട്. 2 ഏക്കോട് കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കുറച്ചുകൂടി അല്പം കൂടി മുന്നോട്ട് നീങ്ങിയാൽ ഈ ആന അനിമൽ ആംബുലൻസിലേക്ക് കയറും നമുക്ക് പറയാൻ കഴിയും. ഇനി ഒരു ഏകദേശം ആനയെ സംബന്ധിച്ച് കയറാൻ പോകുന്നു. മുൻകാനകൾ കൂടുതൽ ആനക്കൈകളിലേക്ക് എത്തി കുറച്ച് സമയത്തിനൊക്കെ തന്നെ, അതായത് അല്പദൂരം മാത്രമേ ഇനി ആംബുലൻസിലേക്ക് ആന കഴിയുന്നു. ഈ ദൗത്യം, അതായത് ഈ ആനയെ പിടികൂടുക എന്ന ദൗത്യം വിജയമായി എന്ന് പറയാവുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ആശങ്കകൾ ഇല്ലാത്തൊരു സ്ഥിതിയിലേക്ക് ആനത വീണ്ടും ചെറുത്തു നിൽക്കുന്നു. നമുക്ക് കാണാം അനിമൽ ആംബുലൻസിലേക്ക് കയറാതെ, അതായത് അതിന്റെ ആ ഭാഗത്തേക്ക് കയറുന്ന ഭാഗത്തേക്ക് ആനയെ തള്ളി നിർത്തിയെങ്കിൽ പോലും ആന ഈ കയറുന്നില്ല. അത് ആന സുരേന്ദ്രന്റെ അരിക്കൊമ്പനെ അടക്കം പിടിക്കുന്നതിൽ നിർണായക ഘട്ടത്തിലും പിന്മാറാത്ത കുങ്കികൾ. ആ കുങ്കികൾ മസ്തകത്തിൽ മുറിവേറ്റ ആനയെ കുത്തി മസ്തകം കൊണ്ട് തന്നെ കൊമ്പ് കൊണ്ട് കുത്തി ഇതിനകത്തേക്ക് കയറ്റുന്നു. പക്ഷെ ആന തിരിച്ചിറങ്ങുന്നു. അനിമൽ ആംബുലൻസിൽ നിന്ന് തിരിച്ചിറങ്ങാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. ചെറുത്തുനിൽപ്പ് കൃത്യമായും ഈ ആനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. മയക്കത്തിലാണെങ്കിൽ പോലും ആന ഈ അനിമൽ ആംബുലൻസിലേക്ക് കയറാതിരിക്കുന്നതിന് വേണ്ടി അവസാനം കാണാം. കുഞ്ചുവാണ് ഇപ്പോൾ ആ ആനയെ കുത്തി കയറ്റാൻ വേണ്ടി, അതായത് അതിനകത്തേക്ക് ആനയെ തള്ളി പുസ്തകം ഉപയോഗിച്ച് തള്ളി ആംബുലൻസിനകത്തേക്ക് കയറ്റാൻ ശ്രമിക്കുന്ന ആന കയറുന്നില്ല. കുറച്ചുകൂടി, അതായത് ഒരു 2 ചുവട് കൂടി മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ മാത്രമാണ് ഈ ആംബുലൻസിൽ സുരക്ഷിതമായി ആനയെ കൊണ്ടുപോകണമെങ്കിൽ ആന കുറച്ചുകൂടി മുന്നോട്ട് കയറിയില്ല. പക്ഷേ ആന എപ്പോഴും ഒരു ചെറുത്തുനിൽപ്പ് നടത്തുന്നു എന്നുള്ളത് തന്നെയാണ്. ആനയ്ക്ക് ഈ മയക്കുവെടി ഏറ്റ് പിന്നീട് ഏഴാറ്റുമുഖം ഗണപതി ഈ ആനയെ സൗഹൃദം പങ്കിടുന്നതൊക്കെ കണ്ടു. അതിനിടയിൽ ഏഴാറ്റുമുഖം ഗണപതി ഇതിനെ ഉണർത്താൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഈ ആന മറിഞ്ഞു വീഴുന്നത്. പിന്നീട് അതിനുശേഷം ആനയെ എഴുന്നേൽപ്പിക്കുക എന്നുള്ളത് വനംവകുപ്പിന്റെ കയറി ആന പൂർണ്ണമായും കയറിയിരിക്കുന്നു. ഇതിനകത്തേക്ക് കയറിയിരിക്കുന്നു. ലോക്ക് ചെയ്യാനുള്ള, അതായത് അനിമൽ ആംബുലൻസിൽ ആനയെ കയറ്റിയതിനു ശേഷം ഒരു വലിയ കഴിയാത്ത തരത്തിൽ ആന വലിയ ചെറുത്തുനിൽപ്പ് നടത്തുന്നുണ്ട്. പടമടക്കം യൂസ് ചെയ്തുകൊണ്ട് ഇപ്പോൾ ആനയെ പൂർണ്ണമായും ആന കയറി എന്ന് പറയാവുന്ന വീണ്ടും ടൈമിന് ഫോൺ വെക്കല്ലേ ഇങ്ങോട്ട് പുറകിലേക്ക് ഇറങ്ങി തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ പുറകിലേക്ക് വരാത്ത തരത്തിലുള്ള അങ്ങനെ ആദ്യഘട്ടം പൂർത്തിയായിരിക്കുന്നു. ഇനി ഈ ആന വരുന്നവരെയാണ് അതുകൊണ്ട് തന്നെ രണ്ടാമതും ഈ ആനയ്ക്ക് മയക്കുവെടി സമയത്ത് വനംവകുപ്പിനടക്കം ആശങ്ക ഉണ്ടായിരുന്നു. വീണ്ടും മയക്കുവെടി വെച്ചാൽ ആനയ്ക്ക് താങ്ങാൻ കഴിയുമോ എന്നെല്ലാം തന്നെ വലിയ ആശങ്ക ഉയർത്തുന്നത് ആദ്യഘട്ടത്തിൽ തന്നെ ഈ ദൗത്യത്തിലേക്ക് പോകുമ്പോൾ തന്നെ ഇതെല്ലാവരും കൈമാറുന്നതാണ്. അതുകൊണ്ടാണ് ആന സമയത്ത് ഈ ആന പുറകിലേക്ക് വസ്തുത ഉപയോഗിച്ച് തള്ളി നോക്കുന്ന സമയത്ത് ആന മറന്നു സാധ്യതയുണ്ട്. ഈ ആനയുടെ വലിയ ആശങ്ക ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. മാധ്യമങ്ങളൊക്കെ അതായത് അനങ്ങാതെ നിൽക്കുന്നതിന് വേണ്ടി ആനയെ ബന്ധിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ
ഫോട്ടോ ഇതിലെടുക്കണ്ട. ഞാൻ പോന്നിപ്പോ